ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിന് പിന്നിൽ വൻ ശൃംഖല. ഒന്നാം പ്രതി തസ്ലീമ സുൽത്താന തമിഴ്നാടിനും കേരളത്തിനും പുറമെ കർണാടകയിലും ലഹരി വിൽപ്പന നടത്തിയതായി കണ്ടെത്തൽ. തസ്ലീമയുടെ കർണാടകത്തിലെ വ്യാജ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും വിവരങ്ങളും എക്സൈസിൽ ലഭിച്ചു. വിവിധ സംസ്ഥാനങ്ങൾ വിവിധ പേരുകളിലാണ് തസ്ലീമ അറിയപ്പെട്ടത്. ലഹരി കടത്താൻ ഉപയോഗിച്ച കാർ എറണാകുളത്ത് നിന്നാണ് വാടകയ്ക്കെടുത്തത്. എക്സൈസ് അന്വേഷണത്തിൽ മറ്റൊരു സ്ത്രീയുടെ പേരിലാണ് വാഹനം എടുത്തതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. അവർക്കായുള്ള അന്വേഷണത്തിലാണ് തസ്ലീമ സുൽത്താന തന്നെ തന്റെ വ്യാജ ID കാർഡ് ഉപയോഗിച്ച് വാഹനം വാടകയ്ക്ക് എടുത്തതാണെന്ന് ബോധ്യപ്പെട്ടത്. കഴിഞ്ഞ 3 വർഷമായി മലയാള സിനിമാ മേഖലയിൽ ഇവർ ലഹരി വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രിസ്റ്റീന എന്നാണ് ഇവരുടെ വിളിപ്പേര്. കണ്ണൂരിലും ചെന്നൈയിലും തസ്ലീമ സുൽത്താന എന്നും കർണാടകയിൽ മഹിമ മധു എന്ന പേരിലുമായിരുന്നു ഇവരുടെ ഇടപാടുകൾ. കർണാടകയിൽ ഉപയോഗിച്ചു വന്നിരുന്ന മഹിമ മധു എന്ന ID കാർഡ് എക്സൈസിന് ലഭിച്ചു. 6 കിലോ പുഷ് കിട്ടി എന്ന ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയുടെ ചാറ്റ് വിവരങ്ങളും പുറത്തായി. വിൽപ്പനക്കാർക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവിന്റെ പേരാണ് പുഷ്. ബംഗളൂരിൽ നിന്ന് 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവർ കേരളത്തിലേക്ക് എത്തിച്ചത്. അതിൽ 3 കിലോ മാത്രമാണ് പിടിച്ചെടുത്തത്. ഇതോടെ 2 കോടി രൂപ വില വരുന്ന ബാക്കി 3 കിലോ എവിടെയെന്നതും എക്സൈസ് അന്വേഷിക്കുകയാണ്. വാടകയ്ക്കെടുത്ത വാഹനത്തിൽ GPS ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ എവിടെയെല്ലാം ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്, എത്ര സമയം ഇവർ ചിലവഴിച്ചു തുടങ്ങിയ വിവരങ്ങളും എക്സൈസിന് ലഭിക്കും. ഇതിലൂടെ മറ്റു പ്രതികളിലേക്ക് എത്താമെന്നാണ് എക്സൈസ് കണക്കുകൂട്ടുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാ പെൺവാണിഭ കൊട്ടേഷൻ സംഘങ്ങളുമായി അടുത്ത ബന്ധമാണ് തസ്ലീമ സുൽത്താനയ്ക്കുള്ളത്. 24 ആലപ്പുഴ. തലമുറയെ വഴിതെറ്റിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവിന്റെ വിൽപ്പനയാണെങ്കിലും അറിയപ്പെടുന്നത് വിവിധ പേരുകളിലാണ്.